Genesis chapter 3 and verse 9. ഒരിക്കൽ കൂടി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. And the Lord God called unto Adam and said unto him, where art thou? Man in general is lost. മനുഷ്യൻ പൊതുവായ നിലയിൽ നഷ്ടപ്പെട്ടവനാകുന്നു. He's lost his sense of direction in life. അവൻ തന്റെ ജീവിതത്തിലെ ദിശാബോധം നഷ്ടപ്പെട്ടവനായി. This happened in Adam's days itself. That's why God asked man, where are you? ആദാമിന്റെ നാളുകളിൽ സംഭവിച്ചപ്പോൾ ദൈവം ചോദിക്കുന്നു, മനുഷ്യ നീ എവിടെ? That means he was not in the place he ought to have been. അതിന്റെ അർത്ഥമെന്നാൽ അവൻ താൻ ആയിരിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് അല്ലാതെയായി. So since then man has been going astray. അതുമുതൽ മനുഷ്യൻ വഴിതെറ്റിയവനായി പോയിക്കൊണ്ടേയിരിക്കുന്നു. Yesterday I said you can be lost in a crowd. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആൾക്കൂട്ടത്തിൽ പോലും നിങ്ങൾ നഷ്ടപ്പെട്ടവനായി മാറുവാനിടയുണ്ട്. When you are not with the ones whom you belong to, you may be surrounded by thousands of others, but you are lost. നിങ്ങളുടെ ഉടമസ്ഥന്റെ ഉടയവന്റെ കൂടെ അല്ല നിങ്ങളെങ്കിൽ നിങ്ങൾ ആയിരം ജനങ്ങളുടെ ഇടയിലും ഒറ്റപ്പെട്ടവനായി നഷ്ടപ്പെട്ടവനായി തീരാം. In that sense man is lost. ആ അർത്ഥതലത്തിലാണ് മനുഷ്യൻ നഷ്ടപ്പെട്ടവൻ എന്ന് പറയുന്നത്. Hidden in these words you see God seeking after man. ഈ വാക്കുകളിൽ മറഞ്ഞിരിക്കുന്നതായി നാം കാണുന്ന ഒരു സത്യം, മനുഷ്യനെ തേടി ദൈവം അവന്റെ പിന്നാലെ പോകുന്നു. God goes after the man who is hiding from him and asks him, where are you? ദൈവത്തെ വിട്ട് ഒളിച്ചിരിക്കുന്ന മനുഷ്യന്റെ പിന്നാലെ ദൈവം ചെന്നിട്ട് നീ എവിടെ എന്ന് അവനോട് ചോദിക്കുന്നു. Yesterday I told you how the angels don't just listen to the word of God, they listen to the voice of his word. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ദൂതന്മാർ കർത്താവിന്റെ വചനം കേൾക്കുകയല്ല, അവർ അവന്റെ വചനത്തിന്റെ ശബ്ദം പോലും കേട്ടുകൊണ്ടിരിക്കുന്നു. That means they're not just listening to what he says, but they're also listening to how he says what he says. അതിന്റെ അർത്ഥം എന്തെന്നാൽ അവർ ദൈവം പറയുന്നത് വെറുതെ കേൾക്കുക മാത്രമല്ല, ദൈവം അത് എങ്ങനെ ഏത് നിലയിൽ പറയുന്നു എന്നും കൂടെ ശ്രദ്ധിക്കുന്നു. So hidden in these words, Adam, where are you, are 4 tones in which God presents these words. ആകയാൽ ദൈവം മനുഷ്യനോട് ആദാമേ നീ എവിടെന്ന് ചോദിക്കുമ്പോൾ ഇത് വെറും വാക്കുകളില്ല, ഇതിൽ 4 സ്വര തലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. Yesterday we saw the first tone in which God asked this question. ഈ ചോദ്യം ദൈവം ചോദിക്കുന്ന ആ സ്വരത്തിന്റെ ഒന്നാമത്തെ തലം നാം ഇന്നലെ കണ്ടു. The voice of anger of a confiding, trusting creator. സൃഷ്ടാവിനോട് കാണിച്ച വിശ്വാസ ലംഘനത്തിന്റെ ഫലമായി വരുന്ന കോപത്തിന്റെ ശബ്ദത്തെ നമുക്ക് കാണാം. So Adam, where are you? ആദാമേ നീ എവിടെ? So that was the voice of anger. With first these words present themselves to us. ആകയാൽ ഈ വാക്കുകൾ ഒന്നാമതായി നമ്മുടെ അടുക്കൽ വരുമ്പോൾ ഈ കോപത്തിന്റെ സ്വരമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. I told you not to do certain things and I trusted you and you betrayed me. ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ്, ഞാൻ നിന്നെ വിശ്വസിച്ചു, എന്നിട്ടും നീ എന്നെ ചതിച്ചല്ലോ. Today man has come to a place where he is untrustworthy, unreliable. ഇന്ന് മനുഷ്യൻ വിശ്വസിക്കുവാൻ കൊള്ളാത്ത നിലയിൽ അവൻ എത്തിക്കഴിഞ്ഞതായി കാണാം. So the Bible itself says, put not your trust in man whose breath is in his nostrils. ബൈബിൾ തന്നെ പ്രകാരം പറയുന്നല്ലോ, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവനെ വിശ്വസിക്കുവാൻ അഥവാ അവനെ വിലമതിക്കുവാൻ അവൻ എന്തുള്ളൂ. Although God says don't trust man, മനുഷ്യനെ വിശ്വസിക്കരുതെന്ന് ദൈവം പറയുന്നുവെങ്കിൽ തന്നെയും God trusts man. ദൈവം മനുഷ്യനെ വിശ്വസിക്കുന്നു. Even today God trusts man. ഇന്ന് പോലും മനുഷ്യനെ ദൈവം വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. That's why he's coming after man. അതുകൊണ്ടാണല്ലോ ദൈവം മനുഷ്യനെ തേടി വരുന്നത്. In 1 Corinthians chapter 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം and verse 25, 25-ാം വാക്യം, you read of some things that are not supposed to be found with God. ദൈവത്തിൽ കാണുമെന്ന് സങ്കല്പിക്കുവാൻ കഴിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് അവിടെ പക്ഷേ കാണാം. One is the foolishness of God. ഒന്ന് ദൈവത്തിന്റെ ഭോഷത്വം. The other is the weakness of God. മറ്റൊന്ന് ദൈവത്തിന്റെ ബലഹീനത. God is not supposed to be foolish. God is not supposed to be weak. He's almighty and he's omniscient, knowing everything, all wise. ദൈവത്തെ നമുക്ക് ഒരിക്കലും ഭോഷനായിട്ടോ ബലഹീനനായിട്ടോ സങ്കല്പിക്കുവാൻ പോലും ആവുന്നതല്ല. കാരണം എന്തെന്നാൽ ദൈവം സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയും കൂടെയാണ്. But in this verse you see about the foolishness of God and the weakness of God. എന്നാൽ ഈ തിരുവെഴുത്തുകളിൽ നമുക്ക് ദൈവത്തിന്റെ ഭോഷത്വത്തെക്കുറിച്ചും ദൈവത്തിന്റെ ബലഹീനതയെക്കുറിച്ചും കാണുവാൻ കഴിയുന്നു. That means he does something out of the ordinary which we human beings will question. God, what are you doing?
അതെന്ന് വെച്ചാൽ ദൈവമേ നീ എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനുഷ്യരായി നമ്മൾ പോലും ചോദിക്കത്തക്കതായ നിലയിൽ ദൈവം ചില കാര്യങ്ങളെ ചെയ്യുന്നു. What is the foolishness of God? എന്താണ് ദൈവത്തിന്റെ ഭോഷത്വം? He trusts the untrustworthy. വിശ്വസിക്കുവാൻ കൊള്ളാത്തവനെ ദൈവം വിശ്വസിക്കുന്നു. So that's why God is coming and speaking to us and reaching out to us and preaching to us and coming and dying for us. If you look at it logically, it's very foolish, because to do that to untrustworthy people is very risky. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ അടുക്കൽ വരുന്നു, ഇടപെടാതെ നമ്മോട് സംവദിക്കുന്നു, നമ്മോട് സംസാരിക്കുന്നു, അവൻ നമ്മുടെ ഈ ദൂതുകൾ കേൾപ്പിക്കുന്നു, അവൻ വന്ന് നമുക്കായി മരിച്ചു. നോക്കുക, വിശ്വസിക്കുവാൻ കൊള്ളാത്ത ഒരു മനുഷ്യന് വേണ്ടി ഈ ചെയ്യുന്നതെല്ലാം തന്നെ അതീവ നഷ്ടസാധ്യതയുള്ളതായ പ്രവർത്തനങ്ങളാണ്. What God is doing to man and trying to reach out to man is like you giving 1 lakh rupees to a thief and asking him to keep it safely. ദൈവ മനുഷ്യന്റെ അടുക്കൽ വന്നെത്തി ദൈവ മനുഷ്യനോട് സംസാരിക്കുന്നത് ഒരു കൊടും കള്ളനോട് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് നീ അത് സൂക്ഷിക്കണമേ എന്ന് പറയുന്നതിന് സമാനമാണ്. And what is the weakness of God? ദൈവത്തിന്റെ ബലഹീനത എന്താണ്? It's that word itself doesn't go with God, isn't it? God is almighty. You can't call anything as weakness of God, but God has a weakness. ദൈവം വളരെ ശക്തനാണ്. ദൈവത്തിന്റെ അടുക്കൽ ബലഹീനത എന്ന് വിളിക്കപ്പെടാവുന്നതായ ഒന്നുപോലും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ ബലഹീനത എന്ന് പറയുന്നത് എന്താണ്? What is his weakness? എന്താണ് ദൈവത്തിന്റെ ദൗർബല്യം? He loves us. നമ്മെ സ്നേഹിക്കുന്നു. We should not be loved. നാം സ്നേഹിക്കുവാൻ കൊള്ളുന്നവരല്ല. We don't deserve love. നാം സ്നേഹത്തിന് അർഹരല്ല. Because we have become estranged to God by sin. We are strangers to God. We don't love him, so he shouldn't love us. നാം പാപത്താൽ ദൈവത്തെ വിട്ടകന്ന് ദൈവത്തിന് അന്യന്മാരായി മാറി നമ്മെ സ്നേഹിച്ചുകൂടാ, എന്നിട്ട് പോലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. But the weakness of God is, although we have become God's enemies because of sin, still he continues to love us. ദൈവത്തിന്റെ ബലഹീനത എന്നത് പാപത്താൽ നാം ദൈവത്തിന് ശത്രുക്കളായി മാറിപ്പോയിട്ട് പോലും ഇപ്പോഴും നമ്മെ കർത്താവ് സ്നേഹിക്കുന്നു. But what is the beauty of the foolishness of God? എന്നാൽ ദൈവത്തിന്റെ ഭോഷത്വത്തിൽ കാണുന്ന മനോഹാരിത എന്താണ്? In that foolishness of God is a wisdom that is wiser than all the wisdom of men. എന്നാൽ ദൈവത്തിന്റെ ആ ഭോഷത്വത്തിൽ മനുഷ്യന്റെ സകല ജ്ഞാനത്തെയും മറികടക്കുന്നതായ ദൈവത്തിന്റെ വലിയ ജ്ഞാനത്തെ നമുക്ക് കാണാം. In that weakness of God is a strength that is stronger than all the strength of man. ദൈവത്തിന്റെ ആ ദൗർബല്യത്തിൽ മനുഷ്യന്റെ സകല ശക്തിയേക്കാൾ ഉന്നതമായ ദൈവത്തിന്റെ ബലത്തെ നമുക്ക് കാണാം. So in that foolishness is a display of great wisdom, and in that weakness is a display of great strength. ആകയാൽ ദൈവത്തിന്റെ ഭോഷത്വത്തിൽ വലിയ ജ്ഞാനത്തിന്റെ പ്രദർശനത്തെയും ദൈവത്തിന്റെ ദൗർബല്യത്തിൽ ബലഹീനതയിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ പ്രദർശനത്തെയും കാണാം. That's why God foolishly came down, and because of his weakness he continued to love us, and he has won us for himself. ആകയാൽ ദൈവം തന്റെ ഭോഷത്വത്തിൽ നമ്മുടെ അടുക്കലേക്ക് നമ്മെ തേടി വന്ന് ദൈവം തന്റെ ബലഹീനതയിൽ നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. 1 minute, shall we close our eyes? ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. We must be really grateful, because God, who should not be loving us, still loves us. നമ്മെ ദൈവം ഒരിക്കലും സ്നേഹിച്ചുകൂടാത്തതാണെങ്കിൽ പോലും ഇപ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുന്നല്ലോ എന്ന് ഓർത്ത ഒരു നിമിഷം നമുക്ക് ആ ദൈവസ്നേഹത്തെ ഒന്ന് ഓർക്കാം, നന്ദിയോടെ സ്മരിക്കാം. He should not be trusting us, but still he trusts us. ദൈവം നമ്മെ വിശ്വസിക്കുവാൻ പാടില്ലാത്തതാണെങ്കിൽ പോലും ഇപ്പോഴും നമ്മെ അവൻ വിശ്വസിക്കുന്നു. We are foolish people, we are ignorant people, we are untrustworthy, unreliable people, great sinners, but still he has come after us and he has won us for himself. നാം വളരെ ഭോഷന്മാരാണ്, വിശ്വസിക്കുവാൻ കൊള്ളുന്നവരെ എല്ലാം വഴിതെറ്റിപ്പോയവരാണ്. എങ്കിലും കർത്താവ് ഇപ്പോഴും നമ്മെ തേടി നമ്മുടെ പിന്നാലെ വന്ന് അവൻ നമ്മെ കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. We should understand how blessed we are in having come to this holy ground. ഈ വിശുദ്ധ ഭൂമിയിൽ വരുവാൻ ഭാഗ്യം ലഭിച്ചവർ നാം എത്രയോ ഭാഗ്യവാന്മാരെന്ന് തിരിച്ചറിയുക. How great is the call of God, because we didn't come here, he called us and brought us here. അതെ, നാം ഇവിടെ വന്നതല്ല, ദൈവമാണ് നമ്മെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ആകയാൽ നാം എത്രയോ ഭാഗ്യശാലികൾ. All those who agree with us, yes, I would never have stepped into this place. God called me, so I am here. Put up your hands. ഞാനായി സ്വയമായി ഇവിടെ വന്നതല്ല, എന്റെ കർത്താവ് എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതെന്ന് പറയുവാൻ കഴിയുന്നവർ നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിയാട്ടെ. Left to ourselves, we would have never found this place. അതെ, നമ്മുടെ ഭാഗത്ത് നാം ഒരിക്കലും ഈ സ്ഥലത്ത് കാണപ്പെടാവുന്നതല്ല. Left to our own wisdom, we would have never found Jesus. അതെ, നമ്മുടെ ജ്ഞാനത്താൽ ഒരിക്കലും നമുക്ക് യേശുവിനെ കണ്ടെത്തുവാൻ കഴിയില്ലായിരുന്നു. But the foolishness of God came after us, the weakness of God came after us and brought us to his presence. എന്നാൽ ദൈവത്തിന്റെ ഭോഷത്വം, ദൈവത്തിന്റെ ദൗർബല്യം അത് നമ്മുടെ പിന്നാലെ വന്ന് നമ്മെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. For this great and high calling, let us all praise God. ഈ ഉന്നത ശ്രേഷ്ഠ വിളിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
Stotram, 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 stotram. Stotram, 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 stotram. Stotram, 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 stotram. സ്തോത്രം. വിളിച്ചവനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്തതാം വിശുദ്ധ വംശമേ. വിളിച്ചവനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്തതാം വിശുദ്ധ വംശമേ. ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചതാ, ജയത്തിൻ ഘോഷങ്ങൾ മുഴക്കിടാം. ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചതാ, ജയത്തിൻ ഘോഷങ്ങൾ മുഴക്കിടാം. വിളിച്ചവനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്തതാ വിശുദ്ധ വംശമേ. വിളിച്ചവനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്തതാ വിശുദ്ധ വംശമേ. ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചതാ, ജയത്തിൻ ഘോഷങ്ങൾ ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചതാ. Thank you, Jesus, for your wisdom. Thank you, Jesus, Lord, for your power. Thank you, Jesus. We praise you, we praise you, we praise you, we praise you. What God did is so foolish to human wisdom, but so sublime in divine wisdom. ദൈവം മനുഷ്യന് വേണ്ടി ചെയ്തത് മാനുഷികമായ ജ്ഞാനത്തിൽ നോക്കിയാൽ ഭോഷത്തിൽ തോന്നിയേക്കാം, ദിവ്യജ്ഞാനത്തിൽ എന്നാൽ അത് അത്യന്തം മഹത്തരമായത്. What God did is something that might be called weakness of God in a human manner of speaking, but there lies the strength, the divine strength of God. മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ദൈവം ചെയ്തത് വെറും ദൗർബല്യമായി തോന്നിയേക്കാം, എന്നാൽ ദൈവികമായ കാഴ്ചപ്പാടിൽ അതിലത്രേ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി അടങ്ങിയിരിക്കുന്നത്. Today we are going to consider a second tone in which God presents himself in these words, Adam, where art thou? ആദാമേ, നീ എവിടെയെന്ന് ദൈവം ചോദിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സ്വരത്തെ നമുക്ക് നോക്കാം. It's the voice of sorrow of a jilted lover, of a lover who got fooled, who was deceived. അതായത് ഇവിടെ കാണുമ്പോൾ അത് ഒരു ദുഃഖത്തിന്റെ സ്വരമാണ്. താൻ വളരെ സ്നേഹിച്ചതായ ഒരു വ്യക്തി താൻ നഷ്ടപ്പെട്ടു പോയി, ചതിക്കപ്പെട്ടു എന്നുള്ളതിൽ. The voice of sorrow of a jilted lover, of a fooled, of a deceived lover. Jesus, God loved man but got deceived by man. ഇവിടെ വഞ്ചിക്കപ്പെട്ടതായ ഒരു സ്നേഹിതന്റെ ദുഃഖത്തിന്റെ സ്വരത്തെ നമുക്ക് കാണാം. എന്തുകൊണ്ടെന്നാൽ ദൈവം അഥവാ യേശു മനുഷ്യനെ സ്നേഹിച്ചു. So when God knew that man sinned and God comes seeking after man in the Garden of Eden, he is broken hearted. Adam, where are you? മനുഷ്യൻ പാപം ചെയ്തെന്ന് മനസ്സിലാക്കിയവനായ ദൈവം ആ തോട്ടത്തിൽ മനുഷ്യനെ തേടി വരുമ്പോൾ മനുഷ്യൻ തെറ്റിപ്പോയതറിഞ്ഞ് കർത്താവിന്റെ ഉള്ളം തകർന്ന് ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെ? We all complain to God that we are suffering lots, but do you know the first person to suffer was not man, it was God. നാം എല്ലാവരും നഷ്ടങ്ങൾ സഹിക്കുന്നുവെന്ന് പരാതിപ്പെടുമ്പോഴും നോക്കുക, ആ നഷ്ടം അനുഭവിക്കുന്നത് നമ്മേക്കാൾ അധികമായി ദൈവം തന്നെയാണ്. The first person to suffer. അതിൽ ഒന്നാമതായി ആ നഷ്ടം സഹിച്ചത് കർത്താവാണ്. Before we could suffer, God first suffered. നാം സഹിക്കുന്നതിന് മുമ്പേ തന്നെ കർത്താവ് സഹിച്ചു കഴിഞ്ഞു. It was God who had the broken heart first. ആദ്യമായി ഉള്ളം തകർന്നത് ദൈവത്തിന്റേതാണ്. We all speak about heaven and we say in heaven there'll be no tears and we'll be always happy. It's true, but do you know that right now in heaven God is crying? നോക്കുക, സ്വർഗത്തിൽ വളരെ സന്തോഷമാണ്, അവിടെ കണ്ണുനീരില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? സ്വർഗത്തിൽ ദൈവം ഇപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. He is showing love, but when he doesn't get love back, his heart is broken and he cries. അവൻ സ്നേഹിക്കുന്നു, എങ്കിലും പകരം സ്നേഹം കിട്ടാതെയാകുമ്പോൾ അവന്റെ ഉള്ളം തകർന്നു പോകുന്നു, ആകയാൽ അവൻ കരയുന്നു. God loved man, God loves man. ദൈവ മനുഷ്യനെ സ്നേഹിച്ചു, ദൈവ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. This is no ordinary love. ഇതൊരു സാധാരണ സ്നേഹമല്ല. There is an English song that describes the love of God. ദൈവ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതായ ഒരു ഇംഗ്ലീഷ് ഗാനമുണ്ട്. It describes God's love like this. അത് ദൈവ സ്നേഹത്തെ ഇപ്രകാരം വിശദീകരിക്കുന്നു. Should I with ink the ocean fill? If I fill the ocean instead of water, if there's ink in the ocean.
സമുദ്ര ജലത്തെയെല്ലാം ഞാൻ മഷിയായി ഉപയോഗിച്ച് എഴുതുവാനുള്ള മഷിയായി ഉപയോഗിച്ചാൽ, and were the sky of parchment made, that means if the whole sky was paper, ഇപ്പോൾ കാണുന്ന ഈ ആകാശവിധാനത്തെ മുഴുവൻ ഒരു കടലാസായി ഞാൻ ഉപയോഗിച്ചിട്ട്, if every stem on earth was a quill, in other words, if every twig in every tree all over the earth was a pen, ഈ ലോകത്തിലുള്ള സർവ്വ വൃക്ഷങ്ങളുടെയും തടി അഥവാ വൃക്ഷങ്ങളെ ഞാൻ ഒരു പേനയായി ഉപയോഗിച്ചാൽ, and if every human being who ever lived on earth was a scribe, a writer, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, ഈ ലോകത്തിൽ ഇതുവരെ ജീവിച്ച മനുഷ്യരെ എല്ലാം കവികളായി ഗാനരചയിതാക്കളായി ഞാൻ ഉപയോഗിച്ചാൽ, and if every human being who's a scribe takes all the pens on earth and dips them in the ocean of ink and starts writing in the sky about the love of God, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും എഴുത്തുകാരായി ഉപയോഗിച്ചുകൊണ്ട് ഈ ലോക സമുദ്രത്തിലെ ജലത്തെ മഷിയായി ഉപയോഗിച്ച ആകാശത്തിൽ ഞാൻ എല്ലാ വൃക്ഷങ്ങളെയും പേനയായി ഉപയോഗിച്ച് എഴുതുവാൻ തുടങ്ങിയാൽ ഞാൻ എങ്ങനെ ദൈവസ്നേഹത്തെ വർണ്ണിക്കും? the ocean will become dry, the sky will become full, and still the description of the love of God will not be complete. അങ്ങനെ ഞാൻ എഴുതുവാൻ തുടങ്ങിയാൽ സമുദ്രജലം വറ്റിപ്പോകും, ആകാശവിധാനം നിറഞ്ഞ് കവിയും, എങ്കിലും എനിക്ക് അപ്പോഴും ദൈവസ്നേഹത്തെ വർണ്ണിച്ച് തീരാവുന്നതല്ല. God has loved man, still loves man, but God has not got the love that he has expected from man. ദൈവ മനുഷ്യനെ സ്നേഹിച്ചു, മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ ദൈവം പ്രതീക്ഷിക്കുന്ന സ്നേഹം ദൈവത്തിന് മടക്കി കിട്ടുന്നില്ല. In the carnal sense of speaking, in the world, in worldly terms, people speak of love failure, isn't it? But that's what God has experienced. ജഡികമായ നിലയിൽ, ലൗകികമായ നിലയിൽ പ്രേമ പരാജയത്തിൽ മനുഷ്യരായി എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്നാൽ ആ അനുഭവം ആദ്യമായി ഉണ്ടായത് ദൈവത്തിന് തന്നെയാണ്. Man was created with an ability to love God. ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കഴിവോടും പ്രാപ്തിയോടും കൂടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. But he was not programmed to automatically love God. He had to choose to love God. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുവാൻ യാന്ത്രികമായ നിലയിൽ അവൻ പ്ലാൻ ചെയ്യപ്പെട്ടവനല്ല. അവൻ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് സ്വമേധയാ തിരഞ്ഞെടുക്കണം. So God created man with a free will so that man might use that free will to choose to love God. ദൈവ മനുഷ്യനെ സ്വതന്ത്ര ഇച്ഛാശക്തിയോടുകൂടി സൃഷ്ടിച്ചു. ആ ഇച്ഛാശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് മനുഷ്യൻ തിരഞ്ഞെടുക്കണമായിരുന്നു. Simon, lovest thou me? ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Simon can say yes, Simon can say no also. ശിമോന് അതേ എന്ന് പറയാം, ഇല്ല എന്നും പറയാം. I knew a man who used to always say yes for everything. എല്ലാറ്റിനും അതെ അതെ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എനിക്കറിയാം. He was mentally unsound. താൻ അത്രത്തോളം മാനസിക വളർച്ചയുള്ള വ്യക്തിയല്ല. So whatever you ask him, he'll say yes. തന്നോട് എന്ത് ചോദിച്ചാലും അതെ എന്ന് പറയും. So I asked him one day, what did you have for breakfast? Did you have idli? He said yes. ഞാൻ തന്നോട് ചോദിച്ചു, വല്ലതും രാവിലെ കഴിച്ചോ, ഇഡ്ഡലിയാണോ കഴിച്ചത് എന്ന് ചോദിച്ചതിന് അതെ എന്ന് പറഞ്ഞു. Or did you have chapati? Yes, yes, yes. ചപ്പാത്തിയാണോ? അതെ അതെ എന്ന് പറഞ്ഞു. Or did you have rice? Yes, yes, yes. അല്ല, കഞ്ഞിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ അതെ എന്ന് പറഞ്ഞു. Whatever you ask him, his answer is yes. എന്ത് ചോദിച്ചാലും അതെ അതെ എന്ന് പറയും. So that's all his ability is. He doesn't know how to say no. തനിക്ക് അത്രയും കഴിവേ ഉള്ളൂ, ഇല്ല എന്ന് പറയാൻ അറിഞ്ഞുകൂടാ. Now supposing he gets married ഉദാഹരണത്തിന് അദ്ദേഹം വിവാഹം കഴിച്ചെന്നിരിക്കട്ടെ, and his bride is sitting next to him, തന്റെ മണവാട്ടി തന്റെ അടുത്തിരിക്കുന്നു. and the pastor conducting the marriage asks him, are you willing to accept so and so as your lawful wedded wife? ഇന്ന വ്യക്തിയെ നിന്റെ വിവാഹ ഭാര്യയായി സ്വീകരിക്കുവാൻ നിനക്ക് സമ്മതമാണോ എന്ന് പാസ്റ്റർ ചോദിച്ചു എന്നിരിക്കട്ടെ. What will he say? Yes, yes, yes. താൻ പറയും അതെ അതെ. Now will the bride accept that yes? Will the pastor accept that yes? Will you accept that yes? അവൻ അതെ എന്ന് പറഞ്ഞാലും അത് പാസ്റ്റർ അംഗീകരിക്കുമോ, മണവാട്ടി അംഗീകരിക്കുമോ, നിങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കുമോ? No, because that's not an original yes. He is programmed to say yes. That's all his mental ability is. എന്തുകൊണ്ടെന്നാൽ അത് ശരിയായ ഒരു അതെ എന്നുള്ള സമ്മതമല്ല. അവൻ അങ്ങനെ ചെയ്യുവാൻ മാത്രമേ അറിയാവൂ. അവന്റെ മാനസികമായ പ്രാപ്തി അത്രയുമേ ഉള്ളൂ. But if he was intelligent enough to say no and he said yes, that would be a genuine yes. എന്നാൽ അല്ല എന്ന് പറയുവാനുള്ളതായ ബുദ്ധി വളർച്ച അവൻ ഉണ്ടായിട്ട് പോലും അവൻ അതെ എന്ന് സമ്മതിച്ചാൽ അത് നമ്മൾ അംഗീകരിക്കും. That's why God made man with a free will to choose, put the tree there and said don't touch the tree. അതുകൊണ്ടാണ് സ്വതന്ത്ര ഇച്ഛാശക്തിയോടുകൂടി ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവിടെ ഒരു വൃക്ഷത്തെ വെച്ചിട്ട് അത് തുടരുത് എന്ന് ദൈവം കൽപ്പിച്ചത്. So man was given the option to disobey, but he must choose to obey. ആകയാൽ അനുസരണക്കേട് കാണിക്കുവാനും മനുഷ്യന് കഴിയുമായിരുന്നു, എന്നാൽ അവൻ അനുസരണമെന്നുള്ളത് തിരഞ്ഞെടുക്കണമായിരുന്നു. And what did man do?
മനുഷ്യൻ ചെയ്തത് എന്താണ്? Instead of saying yes to his maker and creator, he said no. തന്നെ ഉരുവാക്കിയവൻ തന്റെ സൃഷ്ടാവിനോട് അതേ എന്ന് പറയുന്നതിന് പകരം അവൻ ഇല്ല എന്നത്രേ പറഞ്ഞത്. Adam, do you love me? No. ആദാമേ, നീ എന്നെ സ്നേഹിക്കുന്നോ? ഇല്ല. This is the condition of every human being today. Our hearts have been hardened by sin and we don't love God. ഇന്ന് പാപത്താൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കഠിനപ്പെട്ട് നാം ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്നു. ഇത് ഇന്നത്തെ മാനവരാശിയുടെ അവസ്ഥയായി മാറി. Adam, where are you? Is the voice of sorrow of a jilted lover. ആദാമേ, നീ എവിടെ എന്നുള്ളത് ചതിക്കപ്പെട്ടതായ ഒരു സ്നേഹിതന്റെ ശബ്ദമാണ്. A voice of sorrow. എന്താണ് ആ ദുഃഖം? So ആ ദുഃഖത്തിന്റെ സ്വരം. there is a story about a 5-year-old girl who lost her father. There's a story about a 5-year-old girl who lost her father. തന്റെ അപ്പനെ നഷ്ടപ്പെട്ടതായ ഒരു 5 വയസ്സുള്ള പെൺകുട്ടിയെ കുറിച്ചൊരു കഥയുണ്ട്. So this girl had no proper future. ഈ പെൺകുട്ടിക്ക് ഒരു ശരിയായൊരു ഭാവിയില്ലാതെയായി. But she had some rich relatives. എന്നാൽ തനിക്ക് വളരെ സമ്പന്നരായ ചില ചാർച്ചക്കാരുണ്ടായിരുന്നു. So her mother made a plan. ആകയാൽ അവളുടെ മാതാവ് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. She called her daughter. അവൾ തന്റെ മകളെ വിളിച്ചു. Next week is your birthday. അടുത്ത ആഴ്ച നിന്റെ ജന്മദിനമാണ്. I'm calling all the rich relatives in the family. കുടുംബത്തിലുള്ളതായ സമ്പന്നരായ ബന്ധുക്കളെ വിളിക്കാൻ പോകുന്നു. In the middle of the birthday party, I'm going to ask you to sing a song. ആ ജന്മദിന ആഘോഷവേളയിൽ നിന്നോട് ഒരു പാട്ട് പാടുവാൻ ആവശ്യപ്പെടും. And when you sing a song, നീ പാട്ട് പാടുമ്പോൾ you must sing it with emotion. നീ ഒരു വളരെ വികാര പ്രകടനത്തോടു കൂടി അത് പാടുക. You must cry and sing. നീ കരഞ്ഞു പാടുക. And you must close your eyes and sing. നിന്റെ കണ്ണുകളെ അടച്ചുകൊണ്ട് നീ പാടുക. Then your relatives will love you and they will take care of you and they will take care of your future. They will donate a lot of money for your studies and for your future. അങ്ങനെയെങ്കിൽ നിന്റെ ചാർച്ചക്കാർ ഇത് കണ്ടിട്ട് അവർ വളരെ ദുഃഖത്തോടു കൂടി നിന്നെ കണ്ട് അവർ നിന്നെ സ്നേഹിച്ച് നിനക്കായി കരുതി നിന്റെ പഠനത്തിന് വേണ്ടതായ പണമെല്ലാം അവർ തരും. The birthday came. ജന്മദിനം വന്നു. The relatives came. ചാർച്ചക്കാർ വന്നു. So this girl was dressed with new clothes. ഈ പെൺകുട്ടി പുതിയ വസ്ത്രങ്ങളൊക്കെ എടുത്തു. So while everyone was seated, the mother asked the little girl. എല്ലാവരും അവിടെ ഇരിക്കെ മാതാവ് ഈ പെൺകുട്ടിയോട് പറഞ്ഞു, Now what are you going to do? നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? I'm not going to do anything. I'm not going to do anything. ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. Aren't you going to sing a song? നീ പാട്ട് പാടുന്നില്ലേ? No, I'm not going to sing a song. ഇല്ല, ഞാൻ പാട്ട് പാടുന്നില്ല. Won't you sing a song? നീ പാട്ട് പാടുകയില്ലേ? No, I won't sing a song. ഇല്ല, ഞാൻ പാട്ട് പാടുകയില്ല. Then what are you going to do? പിന്നെന്ത് ചെയ്യാൻ പോകുന്നു? I'm not going to do anything. ഞാൻ ഒന്നും ചെയ്യത്തില്ല. This mother got so angry with the daughter and said, I planned so much for her, your own future, and this is what you do, messing it up. And she took the child, took her upstairs to a room and locked her up and said, you bad girl, you ruined everything. Sit here and learn your lesson. I'm going to take you back after half an hour. You learn your lesson, sit and think of what you did, and locked her up in the room. അപ്പോൾ മാതാവ് വളരെ ദുഃഖത്തോടെ പറഞ്ഞു, നിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ എത്രയോ കാര്യങ്ങൾ കരുതിക്കുട്ടിയൊക്കെ ചെയ്തതാണ്, നീ എല്ലാം നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് അവളെ വളരെ കോപത്തോടെ പിടികൂടിക്കൊണ്ടുപോയി അവളെ മുറിയിൽ കൊണ്ടുപോയി അടച്ചുപൂട്ടി. നീ ചെയ്തത് എന്താണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. അരമണിക്കൂർ ഞാൻ നിന്നെ ഇവിടെ അടച്ചുപൂട്ടാൻ പോവുകയാണ്, നീ അത് മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു. Before the party got over, this mother went to her the child to give her another chance. ഈ പാർട്ടി തീരുന്നതിന് മുൻപേ മാതാവ് ചെന്ന് മകൾക്ക് മറ്റൊരവസരം കൂടി നൽകുവാൻ നോക്കി. She opened the door. വാതിൽ തുറന്നു. And saw the girl sitting there. അവിടെ ആ പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. What are you going to do now? ഇപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത്? I'm not going to do anything. ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. You're still not going to sing a song? ഇപ്പോഴും നീ പാട്ട് പാടുകയില്ലേ? No, I'm not going to sing a song. ഇല്ല, ഞാൻ പാട്ട് പാടുകയില്ല. What have you been doing for this half an hour in this locked up room? ഈ അരമണിക്കൂർ അടച്ചുപൂട്ടിയ മുറിയിൽ നീ ഇരുന്ന് എന്താണ് ചെയ്തത്? I have been spitting on everything. ഞാൻ എല്ലായിടത്തും തുപ്പിക്കൊണ്ടിരുന്നു. I spat on your shoes, I spat on your dress. ഞാൻ നിങ്ങൾ ഷൂസിൽ തുപ്പിക്കൊണ്ടിരുന്നു, വസ്ത്രത്തിൽ തുപ്പിക്കൊണ്ടിരുന്നു. I spat on your clothes. നിങ്ങളുടെ വസ്ത്രത്തിൽ ഞാൻ തുപ്പി. And now I've left some spit. I was waiting for you to come. ഇപ്പോൾ ഞാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെയും തുപ്പുവാൻ വേണ്ടി ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. She's left some spit for the mother, it seems. ഇപ്പോൾ മാതാവിന്റെ മുഖത്ത് തുപ്പുവാൻ വേണ്ടി തുപ്പലൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. So that sounds like a funny story, but it is everybody's story. ഇത് ഒരുപക്ഷെ ഒരു തമാശ കഥ പോലെ തോന്നിയാലും നമ്മുടെ എല്ലാവരുടെയും കഥയാണിത്. We have been spitting on God's plan for us. നമുക്കായുള്ള ദൈവിക പദ്ധതിയിലാണ് നാം ഇപ്പോൾ കാർക്കിച്ചു തുപ്പുന്നത്. When God placed Adam and Eve in the garden, he had dreamed so much about both of them, but they ruined it all. ആദാമിനെയും ഹവ്വായെയും തോട്ടത്തിലാക്കിയപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ അനേക സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ അവരെല്ലാം നശിപ്പിച്ചു. Since then all of mankind has been spitting on God and God's plan. ഇതുപോലെ അന്നു മുതൽ ഇന്ന് വരെ സകല മാനവരാശിയും ദൈവത്തിന് വിരുദ്ധമായി ദൈവത്തിന്റെ പദ്ധതികളുടെ നേരെ കാർക്കിച്ചു തുപ്പിക്കൊണ്ടിരിക്കുന്നു. That girl, by spitting on her
mother and spitting on her mother's clothes was actually spitting on herself, on her plan, on her future. ആ പെൺകുട്ടി തന്റെ മാതാവിന്റെ മേലും അവളുടെ വസ്ത്രത്തിന്റെ മേലും തുപ്പിക്കൊണ്ടിരുന്നപ്പോൾ വാസ്തവമായി തന്റെ സ്വന്തം ഭാവിക്ക് വിരോധമായിട്ടാണ് അവൾ തുപ്പിക്കൊണ്ടിരുന്നത്. In the same way, when we spit on God and God's plan and we think we have our own plans that can be very satisfying, we are spitting on ourselves. എന്നാൽ നാം ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണെന്നും സ്വന്തം വഴികളിൽ കൂടെ പോകാമെന്നും നാം ചിന്തിക്കുമ്പോൾ പോലും നാം നമുക്കെതിരായി നമ്മുടെ ഭാവിക്കെതിരായിട്ടാണ് ഇങ്ങനെ തുപ്പുന്നത്. The psalmist says in Psalm 73 and verse 22. 73-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു. Read that verse please. ആ വാക്യം വായിക്കാം. 73:22. 73-ന്റെ 22-ാം വാക്യം. ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. So foolish was I and ignorant, I was as a beast before thee. This is everybody's testimony. ഇതെല്ലാവരുടെയും സാക്ഷ്യമാണ്. We are so foolish, we don't know so many things, we are like animals sometimes. പൊട്ടന്മാരും ഒന്നും അറിയാത്തവരും ചില സമയങ്ങളിൽ മൃഗതുല്യരുമാകുന്നു. And yet he loves us. എന്നിട്ട് പോലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. We human beings have not learned how to reciprocate that love towards God. ദൈവത്തോടുള്ള ആ സ്നേഹത്തെ ഏത് നിലയിൽ വെളിപ്പെടുത്താമെന്ന് അറിയാത്ത നിലയിൽ വളരെ ഭോഷന്മാരാണ് മനുഷ്യരായ നാം. We know how to love people. നമുക്ക് ആളുകളെ എങ്ങനെ സ്നേഹിക്കാമെന്നറിയാം. We know how to love clothes. നമുക്ക് വസ്ത്രങ്ങളെ എങ്ങനെ സ്നേഹിക്കാമെന്നറിയാം. We know how to love photos. നമുക്ക് ഫോട്ടോഗ്രാഫുകളെ സ്നേഹിക്കാൻ അറിയാം. We know how to love nature. നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാൻ അറിയാം. We know how to love birds and animals and keep pets at home. പക്ഷികളെയും മൃഗങ്ങളെയും ഓമനിച്ച് വളർത്തി അവയെ സ്നേഹിക്കുവാൻ നമുക്കറിയാം. We know how to love stories and movies. കഥകളെയും ചലച്ചിത്രങ്ങളെയും സ്നേഹിക്കാൻ നമുക്കറിയാം. We know how to love colors. നമുക്ക് നിറങ്ങളെ സ്നേഹിക്കാൻ അറിയാം. But how much do we love God? എന്നാൽ നാം എത്രയധികം ദൈവത്തെ സ്നേഹിക്കുന്നു? Only a little bit. അല്പം മാത്രം. And the other rest of the love is for so many other things. നമ്മുടെ ആ സ്നേഹത്തിന്റെ ശേഷിച്ച ഭാഗങ്ങളിൽ മറ്റു കാര്യങ്ങളിൽ ചിതറിപ്പോയിരിക്കുന്നു. There is a song in our English hymn book. നമ്മുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ഇപ്രകാരം ഒരു ഗാനമുണ്ട്. Burn, burn, O love, within my heart. Burn fiercely night and day. അതിന്റെ ഉള്ളിലെ ഹൃദയമേ നീ ആളിക്കത്തുക രാവും പകലും നീ ജ്വലിച്ച് കത്തിക്കൊണ്ടിരിക്കുക. Till all the dross of earthly love is burned and burned away, continue to burn in my heart. ഭൗമികമായ സ്നേഹങ്ങളുടെ ആ കീടങ്ങളെല്ലാം എന്റെ ഉള്ളിൽ കത്തിച്ചമ്പലാകും വരെ എന്റെ ഉള്ളിലെ സ്നേഹമേ നീ കത്തിക്കൊണ്ടേയിരിക്കുക. Do we have that love in our hearts, such a burning love? ഇങ്ങനെ ജ്വലിക്കുന്നതായ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നമുക്കുണ്ടോ? As I preach to you, I want to bow my head with shame and guilt because I don't have that burning love in my heart. നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ പോലും എന്റെ ഉള്ളിൽ ഇങ്ങനെ ആളിക്കത്തുന്ന സ്നേഹമില്ല എന്നറിഞ്ഞ് ഞാൻ ലജ്ജിതനായി തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു. But I want that love. എന്നാലും എനിക്ക് ആ സ്നേഹം വേണം. Every day I'm praying for that love. ഓരോ നാളും ആ സ്നേഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. So that nothing else means anything to me except love for Jesus. ആകയാൽ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നതല്ലാതെ എന്റെ ജീവിതത്തിന് മറ്റൊന്നും തന്നെ ഒരു അർത്ഥമുണ്ടാക്കുകയില്ല. But in the Bible and in the real world today there have been and there are people who really love God. എന്നാൽ ബൈബിളിൽ ലോകത്തിൽ നോക്കിയാൽ ദൈവത്തെ വാസ്തവമായി സ്നേഹിച്ചതായ ആളുകളെ നമുക്ക് കാണാം. If you turn to Psalm 63 63-ാം സങ്കീർത്തനം and read verse 1. 1-ാം വാക്യം. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. O God, thou art my God, early will I seek thee. My soul thirsteth for thee, my flesh longeth for thee in a dry and thirsty land where no water is. In a dry land, in a thirsty land where there is no water, what will people ask for? വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ടതായ ദേശത്ത് ആളുകൾ എന്താണ് ചോദിക്കുക? They will ask for water. അവർ വെള്ളമേ ചോദിക്കും. But look at the psalmist, in a dry and thirsty land where there is no water, he's saying, my soul is thirsty for thee, Lord, I want you, not water. എന്നാൽ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ഈ സങ്കീർത്തനക്കാരൻ വെള്ളമല്ല ചോദിക്കുന്നത്, ദൈവമേ എനിക്ക് നിന്നെയാണ് വേണ്ടത്. In the same chapter, in the same psalm, verse 8, my soul follows hard after you, O God. അതേ സങ്കീർത്തനത്തിൽ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എന്റെ ദൈവമേ എന്റെ ഉള്ളം നിന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നു. As a hart panteth for the water brooks, my soul panteth after thee. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. So it's this kind of a love that God expects from us, but unfortunately we don't have it. ഈ വിധമായ ഒരു സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിലും നിർഭാഗ്യവശാൽ നമ്മിൽ അത് കാണപ്പെടുന്നില്ല. So this jilted lover, this deceived lover is reaching out to us once again and asking, calling us by name, where are you? Come back to me.
ആകയാൽ നിരാശനായ ചതിക്കപ്പെട്ടതായ ഈ സ്നേഹിതൻ വീണ്ടും നമ്മുടെ അടുക്കൽ വന്ന് അവൻ ദുഃഖത്തോടെ ചോദിക്കുകയാണ്, നീ എവിടെ? So as we have discovered God, ആകയാൽ നാം ദൈവത്തെ കണ്ടുപിടിക്കുമ്പോൾ we must learn to love him more and more every day. നാം ഓരോ നാളും അധികം ദൈവത്തെ സ്നേഹിക്കുവാൻ പഠിക്കണം. If you turn to John chapter 14 and read verse 14, യോഹന്നാൻ 14 അധ്യായം 14 വാക്യം വായിച്ചാൽ we see the initial state of our love relationship with God. ദൈവവുമായുള്ള നമ്മുടെ സ്നേഹബന്ധത്തിന്റെ പ്രാഥമിക ഘട്ടം നമുക്ക് അവിടെ കാണാം. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. If ye shall ask anything in my name, I will do it. Whatever you ask me, I'll do it for you. നിങ്ങൾ എന്നോട് എന്തപേക്ഷിച്ചാലും ഞാനത് ചെയ്തു തരും. So that's the initial part of our relationship with God, when God supplies all our needs and whatever we pray, he gives it to us. That's the initial stage of our love relationship with God. നമ്മുടെ ദൈവവുമായുള്ള നമ്മുടെ സ്നേഹബന്ധത്തിന്റെ പ്രാഥമികമായ അല്ലെങ്കിൽ ആരംഭഘട്ടത്തിൽ നാം ദൈവത്തോട് പലതും ചോദിക്കുന്നു. അവൻ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റി തരുന്നു. Once a young girl testified in a youth meeting. ഒരു യുവജന മീറ്റിംഗിൽ ഒരു യുവതി ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു, I love Jesus because whatever I ask him, he gives me. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്ന കാരണം ഞാൻ അവനോട് എന്ത് ചോദിച്ചാലും ഉടനെ അവൻ എനിക്ക് തരുന്നു. That's very good, but not always good. അത് വളരെ നല്ലതാണെങ്കിലും എപ്പോഴും നല്ലതല്ല. What will parents do to children who give all that the children ask? മക്കൾ ചോദിക്കുന്നതെല്ലാം നൽകുന്ന മാതാപിതാക്കൾ ആ മക്കളോട് ചെയ്യുന്നത് എന്താണ്? They are ruining their children. അവർ മക്കളെ നശിപ്പിക്കുന്നു. A good parent will not give everything that the child asks. നല്ലവരായ മാതാപിതാക്കൾ മക്കൾ ചോദിക്കുന്നതെല്ലാം ഒന്നും നൽകുകയില്ല. So in the early part of our life, this John 14:14 is meaningful because God has to woo us and win us, and so he will supply our needs. He'll give us whatever we ask for. ആകയാൽ യോഹന്നാൻ 14 അധ്യായം 14 വാക്യം എന്നത് ദൈവവുമായുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ആരംഭത്തിൽ അതങ്ങനെ തന്നെയാണ്. നമ്മെ നേടുവാൻ, നമ്മെ സ്വന്തമാക്കുവാൻ നാം ചോദിക്കുന്നതൊക്കെയും നമ്മുടെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. But as we progress in our spiritual life and he wants this love relationship to grow, എന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം വളർന്നു മുന്നേറി ദൈവവുമായുള്ള ഈ സ്നേഹബന്ധം വളരുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ God wants us to step from that love relationship where God gives everything and therefore we love him to another level of relationship with him. ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ നാം ചോദിക്കുന്നതെല്ലാം ദൈവം തരുന്നെന്നുള്ള ആ നിലവാരത്തിൽ നിന്ന് ദൈവം നമ്മെ ഒരു അടുത്ത നിലവാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. And that next step is in verse 15 of that chapter, John 14. അതിന്റെ അടുത്ത ഘട്ടം എന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 15 വാക്യത്തിൽ കാണാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. If ye love me, keep my commandments. So what do these two verses put together say? ഈ രണ്ട് വാക്യങ്ങളും ഒരുമിച്ച് പറയുന്നത് എന്താണ്? Because I love you, whatever you ask, I'll give you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ നിനക്ക് തരും. In other words, because I love you, I'll do whatever you say. അതിന്റെ അർത്ഥം എന്തെന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം. But the next verse says, if you love me, you'll do what I say. അടുത്ത വാക്യത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ പറയുന്നതെല്ലാം നീ എനിക്ക് ചെയ്യണം. So true love or a greater level of love would not be, Lord, please do this for me, please give this to me, I want this, I want that. That's the first level. The second level of love is, Lord, what wilt thou have me to do? ആകയാൽ ഈ സ്നേഹത്തിന്റെ അടുത്തതായ ഉന്നതമായ ഒരു ഘട്ടം എന്തെന്നാൽ അതിന്റെ ആരംഭഘട്ടത്തിൽ കർത്താവേ എനിക്ക് ഇത് വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവം ചെയ്തു തരും. എന്നാൽ സ്നേഹത്തിന്റെ അടുത്ത തലത്തിൽ നാം എത്തുമ്പോൾ കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ഇഷ്ടമായിരിക്കുന്നത്. So every day, without being with a voice that is not audible with our human ears is resounding in our spirits, Adam, where are you? ആകയാൽ മനുഷ്യന്റെ കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്തതായ ആ ശബ്ദം നമ്മുടെ ആത്മാവിൽ ഓരോ നാളും മുഴങ്ങിക്കൊണ്ടിരിക്കണം. അതാമേ നീ എവിടെ? So God wants us to come back to him with a love where we will do what he says. ദൈവം നമ്മോട് പറയുന്നത് ചെയ്യുവാൻ കഴിയുന്നതായ ആ നിലവാരത്തിലുള്ള ഒരു സ്നേഹത്തിൽ നമ്മെ എത്തിക്കുവാൻ ദൈവം നമ്മെ തേടി നമ്മുടെ അടുക്കൽ വരുന്നു. If you turn to John chapter 21, യോഹന്നാൻ 21 അധ്യായത്തിൽ വരുമ്പോൾ you will see these two levels of love. ഈ സ്നേഹത്തിന്റെ രണ്ട് തലങ്ങൾ നമുക്ക് അവിടെ കാണാം. God asks Simon Peter, do you love me? ശിമോൻ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? In this, in our Bibles we read that 3 times. നോക്കുക, ബൈബിളിൽ നമുക്ക് 3 പ്രാവശ്യം ഇത് കാണാം. But in these 3 times where Jesus asked, do you love me, there are 2 words used for love there.
നോക്കുക, ഇതിൽ 3 പ്രാവശ്യം കർത്താവ് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിക്കുമ്പോഴും അതിൽ 2 വ്യത്യസ്തമായ പദങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. Read John 21 and verse 15. 21-ാം അധ്യായം 15-ാം വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. So when they had dined, Jesus said to Simon Peter, Simon son of Jonas, lovest thou me more than these? He saith unto him, Yea, Lord, thou knowest that I love thee. He saith unto him, Feed my lambs. So here Jesus asks Peter, Simon, do you love me? ഇവിടെ പത്രോസിനോട് യേശു ചോദിക്കുകയാണ്, ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? Simon didn't just say yes, he said more than that. Yes, Lord, you know it also. You know I love you. അതെ, അവൻ ഉവ്വ് എന്ന് വെറുതെ പറയുകയല്ല, അതേ കർത്താവേ, നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Then Peter should have asked himself, God knows, Jesus knows that I love him, then why should he ask the question? അപ്പോൾ വേണമെങ്കിൽ പത്രോസിനോട്, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് യേശുവിന് അറിയാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അവനിങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കാമായിരുന്നു. But Peter didn't realize that God was asking this with a different meaning. എന്നാൽ ഒരു വ്യത്യസ്തമായ അർത്ഥത്തിലാണ് കർത്താവ് ഇത് ചോദിക്കുന്നത് എന്നുള്ളത് പത്രോസ് അപ്പോൾ മനസ്സിലാക്കിയില്ല. Why did Simon Peter tell Jesus, you know Lord I love you? താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നിനക്കറിയാമല്ലോ എന്ന് എന്തുകൊണ്ട് അപ്പോൾ ശിമോൻ പറഞ്ഞില്ല? In the same chapter, അതേ അധ്യായത്തിൽ, when they thought Jesus was gone and dead and that all their hopes were shattered and they had gone back fishing, യേശു മരിച്ചു, അവൻ ഇല്ലാതെയായി പോയി, അവരുടെ പ്രത്യാശകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് അവർ ചിന്തിച്ച് അവർ വീണ്ടും മത്സ്യബന്ധനത്തിനായി തിരികെ പോയി. suddenly one man stood on the shore. പെട്ടെന്ന് ഒരാൾ കടൽ തീരത്ത് നിൽക്കുന്നത് കണ്ടു. These men were fishing and fishing, didn't get anything. ഈ ആളുകൾ മീൻ പിടിച്ചുകൊണ്ടേയിരുന്നു, എങ്കിലും ഒന്നും കിട്ടിയില്ല. Then this man said, cast your net on the right side of the ship. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ വല പടകിന്റെ വലത്ത് ഭാഗത്തിടുക. Then immediately they say, we've heard this somewhere. അപ്പോൾ ഉടനെ മനസ്സിലാക്കിയത് എവിടെയോ കേട്ടിട്ടുള്ളതാണല്ലോ. Then they looked again, hey, it is the Lord. അവർ നോക്കിയപ്പോൾ മനസ്സിലായി, അത് കർത്താവാണല്ലോ. And you know what Peter did? Where everybody else came by boat to the shore, Peter jumped into the water and swam to the shore and reached Jesus first. നോക്കുക, എല്ലാവരും ആ പടകിൽ തീരത്തേക്ക് മടങ്ങി വന്നപ്പോഴും പത്രോസ് അവൻ വെള്ളത്തിൽ ചാടി നീന്തിയാണ് കർത്താവിന്റെ അടുക്കൽ വന്നത്. After some time Jesus said, children, do you have any meat? While all the disciples were thinking, Peter ran and got the net and drew it to the shore. നോക്കുക, ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ ഓരോന്ന് ചിന്തിക്കുമ്പോഴും പത്രോസ് ഓടിച്ചെന്ന് ആ വലയെ തീരത്തേക്ക് വലിച്ചു കൊണ്ടുവന്നു. That's why when Jesus asked Peter, do you love me? Jesus told, Peter responded saying, you saw all that I did. I was first all the time. You know I love you, Lord. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പത്രോസിനോട്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പത്രോസിന്, ഞാൻ ഇതെല്ലാം നിനക്ക് വേണ്ടി നീ ചെയ്യുന്നത് നീ കണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് അറിയുന്നുവല്ലോ എന്ന് പറയാമായിരുന്നു. Then Jesus asked again Peter, do you love me? അപ്പോൾ യേശു വീണ്ടും ചോദിക്കുന്നു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? Lord, you know I love you. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാം. But he was wondering, why is Jesus asking this question again and again? യേശു എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് നാം അത്ഭുതപ്പെടുന്നു. There are 2 Greek words that are used here for love. ഇവിടെ സ്നേഹത്തിന് 2 ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. One is the word phileo. ഒന്ന് ഫിലിയോ എന്നാണ്. It's a love, it's a human level love. ഇതൊരു മാനുഷിക നിലവാരത്തിലെ സ്നേഹം. An emotional love between a parent and a child. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വാത്സല്യത്തെ കാണിക്കുന്ന വികാരഭരിതമായ ഒരു സ്നേഹം. That's called phileo. അതാണ് ഫിലിയോ എന്ന സ്നേഹം. So when Jesus, and the second word is agapeo. രണ്ടാമത്തെ പദം എന്നത് അഗാപ്പയോ. That is a different divine love of self-sacrifice. അത് സ്വയത്തെ ത്യാഗം ചെയ്യുന്നതായ ത്യാഗനിർഭരമായ ദൈവിക സ്നേഹത്തെ കാണിക്കുന്നു. So when Jesus was asking the question to Peter, Jesus used the word agapeo. Do you love me? ആകയാൽ കർത്താവായ യേശു പത്രോസിനോട് ചോദ്യം ചോദിക്കുമ്പോൾ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നിടത്ത് ഈ അഗാപ്പയോ എന്നുള്ള പദപ്രയോഗമാണ് നടത്തുന്നത്. That means Jesus was asking him, do you love me with the love where you can sacrifice yourself for me? നിന്റെ സ്വയത്തെ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ കഴിയുന്ന നിലയിലുള്ള ആ ദിവ്യമായ സ്നേഹം നിന്നിൽ ഉണ്ടോ എന്നാണ് യേശു പത്രോസിനോട് ചോദിച്ചത്. But when Peter answered, he uses the word phileo, not the word agapeo. He says, yes Lord, I love you with phileo, not realizing the difference between these two terms. എന്നാൽ പത്രോസ് കർത്താവായ യേശുവിനോട് മറുപടി നൽകുമ്പോൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു മാനുഷികമായ തലത്തിലാണ്, ഫിലിയോ എന്നുള്ള പദപ്രയോഗമാണ്. ഇത് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം അവൻ തിരിച്ചറിഞ്ഞില്ല.
Then again Jesus asked, again using the word agapeo, Simon, do you love me with agapeo love? വീണ്ടും കർത്താവായ യേശു പത്രോസിനോട്, ശിമോനേ, ഈ അഗാപ്പയോ സ്നേഹത്താൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. Again Peter didn't understand, he was not educated, so he may not have understood the language. So he again responded and said, I love you, Lord, again using the phileo term. നോക്കുക, പത്രോസ് വേണ്ടുമെന്നും വിദ്യാഭ്യാസങ്ങളൊന്നും ഇല്ലാത്തവനായതുകൊണ്ട്, ഈ രണ്ട് സ്നേഹത്തിന് തമ്മിലുള്ള വ്യത്യാസം അവൻ തിരിച്ചറിയാത്തവനായതുകൊണ്ട്, അവൻ വീണ്ടും ഈ അഗാപ്പയോ സ്നേഹത്തിന് പകരമായി ഈ ഫിലിയോ എന്ന സ്നേഹമാണ് ഉള്ളതെന്ന് പറയുന്നു. The third time Jesus asked the question, മൂന്നാം പ്രാവശ്യം കർത്താവായ യേശു ചോദിക്കുമ്പോൾ, now Jesus used the word that Peter used, phileo. Simon, do you love me with filial love? ഇപ്പോൾ ശിമോൻ പത്രോസ് ഉപയോഗിച്ച അതേ പ്രയോഗം ഉപയോഗിച്ച് തന്നെ കർത്താവായ യേശു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ ആ ഫിലിയോ എന്ന ആ സ്നേഹം എന്നോട് നിനക്കുണ്ടോ? Again Peter says, tired of Jesus asking the question again, yes Lord, you know Lord, I love you. അപ്പോൾ കർത്താവായ യേശുവിന്റെ ഈ ചോദ്യം കേട്ട് തളർന്നു പോയതുപോലെ പത്രോസ് പറയുകയാണ്, അതേ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നിനക്ക് അറിയാമല്ലോ. Then Jesus told him something. ഉടനെ യേശു അവനോട് ഒരു പ്രത്യേക കാര്യം പറഞ്ഞു. Read verse 18. 18 വാക്യം. John 21:18. യോഹന്നാൻ 21:18. Verily, verily, I say unto thee, when thou wast young, thou girdest thyself and walkest whither thou wouldest. But when thou shalt be old, thou shalt stretch forth thy hands, and another shall gird thee and carry thee whither thou wouldest not. ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. So here Jesus is saying, Simon, you love me and you love me, I know that. But when you love me when you are young means it shows the youngness of his love relationship. നോക്കുക, അവിടെ കർത്താവായ യേശു ശിമോനോട് പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം, എന്നാൽ യൗവനക്കാരനായിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ അവന്റെ ആ സ്നേഹബന്ധത്തിന്റെ ഇളപ്പത്തെ കാണിക്കുന്നു. Then you girded yourself and you walked wherever you wanted to go. അപ്പോൾ നീ തന്നെ അരകെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം നീ സ്വയമായി പോയി. In other words, you loved me in your own way in expressing your love for me. അഥവാ എന്നോടുള്ള നിന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ടതിനായി നിന്റേതായ മാർഗമാണ് നീ തിരഞ്ഞെടുത്തത്. So when you recognized me, you jumped from the boat into the water and swam to the shore. ആകയാൽ അവൻ ആ പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി അവൻ നീന്തി വന്നതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, No, so because you loved me, you jumped from the boat and you swam to shore. ആകയാൽ നീ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് പടകിൽ നിന്ന് വെള്ളത്തിൽ ചാടി നീന്തി വന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. And you ran ahead of all the other disciples and drew the net to the shore. നീ എല്ലാ ശിഷ്യന്മാരെക്കാളും മുൻപേ ഓടിച്ചെന്ന് വലയെ വലിച്ച് തീരത്തേക്ക് അടുപ്പിച്ചു. So you do love me, I don't deny it. അതെ, നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അതൊരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല. But when you shall be old, when your love matures, എന്നാൽ നീ വയസ്സനാകുമ്പോൾ അഥവാ നിന്റെ സ്നേഹം അതിൻ്റെതായ പക്വതയിൽ എത്തുമ്പോൾ, then you will stretch forth your hands. അപ്പോൾ നീ നിന്റെ കൈ നീട്ടും. You won't love me in the way you like. നീ ആഗ്രഹിക്കുന്ന നീ ഇഷ്ടപ്പെടുന്ന നിലയിലല്ല നീ എന്നെ സ്നേഹിക്കുക. Someone else will gird you and lead you to a place where you don't want to go. മറ്റുള്ളവൻ നിന്റെ അരകെട്ടി നീ ഇഷ്ടമില്ലാത്തൊരു വഴിയിൽ നിന്നെ കൊണ്ടുപോകും. But because you have become old and mature in love at that time, even though you are being taken to a place you do not want to go, you will not withdraw your stretched hands. You will still surrender. എന്നോടുള്ളതായ നിന്റെ സ്നേഹം അത് പ്രായപൂർത്തിയിൽ അഥവാ പക്വതയിൽ എത്തിക്കഴിയുമ്പോൾ മറ്റൊരാൾ നിന്റെ കൈകെട്ടി നിനക്ക് നീ ആഗ്രഹിക്കാത്ത ഒരു പാതയിൽ കൂടെ കൊണ്ടുപോയാലും നീ ഒരിക്കലും പിന്മാറിപ്പോകുവാൻ ശ്രമിക്കുകയില്ല. ആ കെട്ടപ്പെട്ട കൈകളോടുകൂടെ നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയേ ചെയ്യൂ. So God wants us to grow from that emotional love where we have a relationship at the filial level and grow to an obedient love where we sacrifice ourselves to please God. ആകയാൽ മാനുഷിക തലത്തിലുള്ളതായ ആ ഫിലിയോ എന്നതായ സ്നേഹത്തിൻ്റെതായ ആ വികാരഭരിതമായ തലത്തിൽ നിന്ന് നാം നമ്മുടെ സ്വയത്തെ കർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആ ദിവ്യ സ്നേഹമായ അഗാപ്പയോ സ്നേഹം എന്ന നിലവാരത്തിൽ നമ്മെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. So in the initial stages, Peter loved God, but he ran away, he denied the Lord and so on.
ആകയാൽ പത്രോസ് കർത്താവിനോടുള്ള ആ സ്നേഹത്തിലെ ആ പ്രാരംഭ ദശയിൽ അവൻ കർത്താവിനെ അറിയുകയില്ല എന്ന് തള്ളിപ്പറഞ്ഞ് അവൻ ഓടിപ്പോവുകയുണ്ടായി. But towards the end of his life we see how his love grew and matured. എന്നാൽ അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ നോക്കിയാൽ അവന്റെ സ്നേഹം വളർന്ന ഒരു പരിപക്വതയിൽ എത്തിച്ചേർന്നത് കാണുവാൻ കഴിയും. When Jesus told Peter, when you are young you girded yourself, when you are old you will stretch your hands, the next verse tells the meaning of what Jesus meant when he said all that. കർത്താവായ യേശു പത്രോസിനോട് നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിന്റെ ഇഷ്ടത്തിന് പോയി, നീ വയസ്സനായി കഴിയുമ്പോൾ നീ കൈനീട്ട് മറ്റൊരാൾ നിന്റെ അരകെട്ടുമെന്ന് പറയുമ്പോൾ അടുത്ത വാക്യത്തിൽ യേശു ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. Read the next verse please. അടുത്ത വാക്യം വായിക്കാം. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. This spake he, signifying by what death he should glorify God. And when he had spoken this, he saith unto him, Follow me. So Jesus was telling Peter, one day you're going to die and you're going to die for me. കർത്താവായ യേശു ഇവിടെ പത്രോസിനോട് പറയുന്നത്, നീ മരിക്കും, നീ എനിക്കായി മരിക്കാൻ പോവുകയാണ്. And in that death you're going to glorify me. ആ മരണത്തിൽ നീ എന്നെ മഹത്വപ്പെടുത്തും. Dear brother, dear sister, do you know we all think of God's will about our life? Do you know God has a plan about your death also? പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മുടെ മരണത്തെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? Here this verse says God had already decided not that Peter should die, but how Peter should die. ഇവിടെ പത്രോസ് മരിക്കണമെന്ന് മാത്രമല്ല, അവൻ എങ്ങനെ മരിക്കണമെന്നും ദൈവം തീരുമാനിച്ചു വെച്ചതായി നമുക്ക് മനസ്സിലാക്കാം. Jesus spake this signifying by what kind of death he should glorify God. ഇന്ന വിധ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് യേശു ഇവിടെ സൂചിപ്പിക്കുന്നു. So Jesus had already decided how he should die. ആകയാൽ പത്രോസ് എങ്ങനെയാണ് മരിക്കേണ്ടതെന്ന് യേശു മുൻപേ തീരുമാനിച്ചു വെച്ചു. How did Peter die? പത്രോസ് മരിച്ചത് എങ്ങനെ? He was crucified upside down. അവൻ തലകീഴായി ക്രൂശിക്കപ്പെട്ടു. And God had decided that, and in the end of his life Peter said, take me, I don't deserve to die like my savior. Turn the cross upside down. ഇത് ദൈവം മുൻപേ തീരുമാനിച്ചതാണ്. എന്നാൽ പത്രോസ് തന്റെ ജീവിതത്തിന്റെ ഒടുവിലായി എന്റെ രക്ഷകനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, ആകയാൽ എന്നെ തലകീഴായി ക്രൂശിക്കുക എന്ന് അവൻ ആവശ്യപ്പെട്ടു. So Peter had grown from that emotional love to a love where he could sacrifice himself and shed his blood for his maker, for his creator, for his lover. ആകയാൽ വെറും വികാരത്തെ ആധാരമാക്കിയ സ്നേഹത്തിന്റെ പ്രാരംഭ ദശയിൽ നിന്ന് പത്രോസ് വളർന്ന് തന്റെ സൃഷ്ടാവിന്, തന്നെ നിർമ്മിച്ചവന്, തന്നെ സ്നേഹിച്ചവന് വേണ്ടി തന്നെത്താൻ ത്യാഗം ചെയ്ത് രക്തം ചിന്തി മരിക്കുവാൻ സന്നദ്ധനായി മാറി. That Jesus who loved Peter and died for Peter, ആ പത്രോസിനെ സ്നേഹിച്ച, പത്രോസിനായി മരിച്ച അതേ യേശു loved us and died for us too. അവൻ നമ്മെയും സ്നേഹിച്ച് നമുക്കായി മരിച്ചു. Now he is asking us, Adam, where are you? ഇപ്പോൾ നമ്മോട് ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെ? The same Jesus who asked Simon, do you love you? Calls us by our name, do you love me? Calls us by our name and asks us, ശിമോനെ, do you love me? ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നു ചോദിച്ച അതേ യേശു ഇന്ന് നാം ഓരോരുത്തരുടെയും പേര് വിളിച്ച് നമ്മോട് ഇപ്രകാരം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? Yes, I love you, Lord, but the reason I've come here is not to love you. You know, I need some wisdom for my studies, Lord. I need some promotion, Lord. My property is not fully into my hands, Lord. The money in the bank is stuck, Lord, and I need to go abroad, Lord. അതേ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോഴും അത് ഇപ്രകാരമാണ്, എനിക്ക് പഠിക്കാൻ ജ്ഞാനം ആവശ്യമുണ്ട്, അത് മാത്രമല്ല എനിക്ക് കുറെ പണം കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ടില്ല, എനിക്ക് ലഭിക്കാനുള്ളതായ നന്മ മുടങ്ങിയിരിക്കുന്നു, ഇങ്ങനെ വിവിധമായ ആവശ്യങ്ങൾ എനിക്ക് നിന്നാൽ നിറവേറുവാനുണ്ട്. So that's not true love. We have come here not to fulfill our greed. We have come here to ask God what his plan is about us. അത് വാസ്തവത്തിൽ ഒരു ശരിയായ സ്നേഹമല്ല. നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അത്യാഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയല്ല, നമ്മെ കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയാണ്. If you love me, keep my commandments. You listen. I have something to tell you. You listen to that. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും, അഥവാ എനിക്ക് നിന്നോട് ചിലത് പറയുവാനുണ്ട്, നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം.
So, you know, prayer is a dialogue, not a monologue where we are endlessly speaking to God. God has so much to say to us. നോക്കുക, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ഏകപക്ഷീയമായി ഒരാളോട് കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയില്ല. അത് ഒരു സംഭാഷണമാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിനിമയമാണ്. ദൈവത്തിന് നമ്മോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. But we are so full of woes and lamentations and sorrows and suggestions that we dump everything into God's heads and we don't wait to learn wait to see what he has to say to us. നമ്മുടെ ഉള്ളിൽ എന്നാൽ ഒരുപാട് പരാതികളും പരിദേവനകളും പദ്ധതികളും ഒക്കെയുണ്ട്. ഇതെല്ലാം നാം ദൈവത്തിന്റെ മുൻപാകെ കൊണ്ടുപോയി ഇറക്കുന്നതല്ലാതെ ദൈവത്തിന് നമ്മോട് എന്താണ് പറയുവാനുള്ളതെന്ന് നാം കേൾക്കുവാൻ തുനിയുന്നില്ല. Adam, where are you? ആദാമേ, നീ എവിടെ? I want to talk to you. എനിക്ക് നിന്നോട് സംസാരിക്കണം. I have something to say to you, but you don't have time to listen. നിന്നോട് പറയുവാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേൾക്കാൻ നിനക്ക് ഒട്ടും സമയമില്ലല്ലോ. Whenever I come to meet you and you kneel down in prayer, you talk to me and walk away. You don't wait for me to talk to you. ഞാൻ നിന്നോട് സംസാരിക്കുവാൻ വരുമ്പോൾ, നീ മുട്ടുമടക്കുമ്പോൾ, നീ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഞാൻ നിന്നോട് എന്തെങ്കിലും പറയുന്നത് കേൾക്കുവാൻ നീ ശ്രദ്ധിക്കുന്നില്ല. So we need to wait up in the Lord's presence to hear his voice to what he has to say to us. ആകയാൽ നമ്മുടെ കർത്താവിന് നമ്മോട് എന്താണ് പറയുവാനുള്ളതെന്ന് കേൾക്കുവാനായി ദൈവസന്നിധിയിൽ കാത്തിരുന്നത് കേൾക്കുവാൻ പഠിക്കണം. Did you hear God's voice today? ഇന്ന് നിങ്ങൾ ദൈവശബ്ദം കേട്ടോ? Every day God would go to Adam and in the cool part of the day and talk to Adam and Eve. ഓരോ നാളും പകലിൽ വെയിലാറുന്ന സമയത്ത് ദൈവം ആദാമിന്റെ അടുക്കൽ ചെന്ന് അവനോട് സംസാരിക്കുക പതിവായിരുന്നു. Do you know God speaks lots because he loves us so much? നോക്കുക, ദൈവം നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നമ്മോട് സംസാരിക്കുന്നു. But our ears are not open to hear his voice. എന്നാൽ അവന്റെ ആ സ്വരം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറക്കപ്പെട്ടിട്ടില്ല. We are so busy talking that we have no time to listen. നാം പറയുന്ന കാര്യത്തിൽ തിരക്കാണ്, കേൾക്കുവാൻ സമയമൊട്ടുമില്ല. In the words of sermons, in the words of prophecies, in the words of songs, in the words of dreams are hidden God's voice. In the words of trials and circumstances, God's voice is hidden. പ്രവചന ശബ്ദങ്ങളിൽ, പ്രസംഗത്തിൻ്റെതായ ശബ്ദത്തിൽ, പാട്ടുകളുടെ ശബ്ദത്തിൽ, നമ്മുടെ പരീക്ഷകളിൽ, പരിശോധനാ വേളകളിൽ എല്ലാം തന്നെയും നമ്മോട് സംസാരിക്കുവാനുള്ള ദൈവത്തിന്റെ ശബ്ദം അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. We are made with a plan. നാം ഒരു പദ്ധതിയോടുകൂടി, ഉദ്ദേശത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവർ. And that plan